മന്ത്രജപം നമ്മൾക്ക് എങ്ങനെയാണ് മന്ത്രജപം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും മനുഷ്യനെ സ്വാധീനിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ 6 ആധാരചക്രങ്ങളിലായിട്ട് 6 ആധാരചക്രങ്ങളെ ഇതളുകളായിട്ടാണ് വച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും താഴത്തുള്ളത് വാ ഷ ഷ സ 4 ഇതളുകളുള്ളതാണ് മൂലാധാരം. അപ്പോൾ നമ്മൾ ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ ഈ ഓം നമഃ ശിവായ എന്ന് കേൾക്കുമ്പോൾ ഷി വാ യ എന്നുള്ള അത് ആലേഖനം ചെയ്തിരിക്കുന്ന ആ ഇതളുകൾ ഉത്തേജിക്കപ്പെടുകയും അവിടെ ഊർജം ശേഖരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മന്ത്രജപം പലരും ചോദിക്കും, കുറേ മന്ത്രം ജപിച്ചു, എന്താ അതുകൊണ്ട് ഗുണമുള്ള എന്ന് ചോദിക്കും. ശബ്ദത്തിന് ശക്തിയുണ്ട്, ശബ്ദത്തിന് നല്ല ശക്തിയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, വിശന്നിരിക്കുകയാണ്, ഏകാദശി എടുത്ത് വിശന്ന് ഇരിക്കുകയാണ്, നല്ല ചോറും സാമ്പാറും ഒക്കെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. നമ്മൾ കഴിക്കാനായിട്ട് ആർത്തിയോടുകൂടി തിരക്കിട്ട് വന്ന് കഴിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു ഫോൺ കോൾ വരികയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കോ ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ നമ്മുടെ മക്കളാരെങ്കിലും വിളിച്ചിട്ട് പറയുകയാണ് ഇന്നൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് എവിടെ പോകും? നമുക്കൊരു ഒറ്റിറങ്ങുമോ? അപ്പോൾ എത്ര ദൂരത്തു നിന്ന് വന്ന ശബ്ദമാണ് നമ്മുടെ മൊത്തം ആന്തരികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ സ്തംഭിപ്പിച്ചു. നമുക്കൊരു ഒറ്റ ചോറ് ഇറങ്ങില്ല. അല്ല അവനവിടെ കിടക്കട്ടെ, അവളവിടെ കിടക്കട്ടെ, ഇത് ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്നൊന്നും വിചാരിക്കില്ല. നമ്മളവിടെ ഇട്ട് എണീക്കും എവിടേക്കാ ഇതുപോലെ. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ശക്തി നമ്മൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ ഇവിടെ ഇരുന്ന് 2 ചീത്ത വിളിച്ചു. നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാൾ വിചാരിക്കും അയ്യോ എന്ത് കഷ്ടമായ മാതാജി എങ്ങനെ അവരെ ചീത്ത വിളിച്ചില്ലേ. നിങ്ങളോട് ദേഷ്യമുള്ള ആളെന്താ വിചാരിക്കുക? നന്നായുള്ളൂ, ഞാൻ വിചാരിച്ചതാണ് 2 പറയണത്, അത് മാതാജിയായിട്ട് പറഞ്ഞത് നന്നായി എന്ന് വിചാരിക്കും ഇല്ലേ? സന്തോഷമാവും. അപ്പോൾ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കി, അവർക്കും സങ്കടം ഉണ്ടാക്കി, ഇവർക്ക് സന്തോഷം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ശബ്ദത്തിനെ പലർക്കും പല തരത്തിൽ അതിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. നമ്മളിതൊക്കെ അങ്ങനെ പറയും, ഇതൊക്കെ ഉൾക്കൊള്ളും കേൾക്കുന്നുണ്ടെങ്കിലും കുറേയൊക്കെ കേൾക്കും, കുറേയൊക്കെ പുളുങ്കുരു വിഴുങ്ങിയ പോലെ പോകും, ദഹിക്കാണ്ടും ഒക്കെ അങ്ങ് പോകും. അങ്ങനെ ആവാതെ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മുടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും അതിൻ്റെ സത്ത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കണമെങ്കിൽ ആ ശബ്ദം നമ്മളിൽ വഴങ്ങണം. ചിലരുണ്ട് എത്ര കേട്ട് കഴിഞ്ഞാലും കേൾക്കും, പക്ഷെ കേൾക്കണ സമയത്തൊക്കെ ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞാൽ പുളുങ്കുരു വിഴുങ്ങിയ പോലെയാണ് പോയി. പക്ഷെ അത് നമുക്ക് ഇതിൽ വഴങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മുടെ ഉള്ളിലിരുന്നാൽ നമ്മൾ കേട്ട് ചിലപ്പോൾ നമ്മൾ വിട്ടുപോയെങ്കിലും ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കത് ഓർമ്മ വരും. നമുക്ക് ഉറങ്ങുകയാണെങ്കിൽ വരെ നമ്മൾ നല്ല ഒരു ഉപാസകനാണ്, നമ്മൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വരെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്യപ്പെടും. ഏറ്റവും ഉറക്കം വരുന്നത് എപ്പോഴാണ്? നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ്, നമ്മുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. ബ്രെയിൻ ക്ഷീണിക്കുകയാണ്, ഇതൊന്നുമില്ല ശ്രദ്ധിക്കണില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, ഒന്നുമില്ല, ഫ്രഷാണ്. പക്ഷേ നമ്മളിത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ ശബ്ദവീചികൾ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അത് ടയേർഡാവും, നമുക്ക് ഉറക്കം വരും. കൊട്ടുവായി ഇടുക, ഉറക്കം വരുമ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾ ഉറക്കം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, അവർ നല്ലോണം ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവരുടെ ബ്രെയിൻ ടയേർഡാവുകയാണ്. അപ്പോഴാണ് അവർക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ ശബ്ദത്തിന് വലിയ ശക്തിയുണ്ട്. ബിഗ് ബാങ് തിയറിയൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ കുറേ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്നുള്ളതാണ് പറയുന്നത്. ശബ്ദത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയാണ്. തസ്മാത് ആത്മന ആകാശസംഭൂത, ആകാശത്തിൻ്റെ തന്മാത്രയിൽ നിന്നാണ് പിന്നെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപ, അഭ്യപൃഥ്വി, പൃഥിവ്യാ ഓഷധി വനസ്പതിഭ്യോ അന്നം, അന്നാത് പുരുഷ. അപ്പം നമ്മളെല്ലാം ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്.